യേശു നിയമജ്ഞരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഹൃദയത്തിൽ എന്തുകൊണ്ട് തിന്മ വിചാരിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതിന് കാരണം നമ്മളോടും ദൈവം ഇതുപോലെ പല സമയത്തും ചോദിക്കുന്നുണ്ടാകും. അവിടെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുകയാണ്. അവനോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നെന്ന് യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ ഹൃദയത്തിൽ ഇങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങി. ഇവനെന്തിനിങ്ങനെ ദൈവദൂഷണം പറയണേന്നൊക്കെ വിചാരിച്ച് ഇതിങ്ങനെ പറഞ്ഞപ്പോഴാണ് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി യേശു പറഞ്ഞത്, നിങ്ങൾ എന്തിനാ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ നന്മകൾ കാണുമ്പോഴേക്കും ആ നന്മയെ പ്രോത്സാഹിപ്പിക്കാനല്ല നമ്മൾ നോക്കാറ്. നമ്മൾ അതിനെക്കുറിച്ചുള്ള വികാരങ്ങൾ നമ്മൾ പറയാറ്. അതിനൊന്ന് പോസ്റ്റ്മോർട്ടം നടത്താനാണ് നമ്മൾ ചെയ്യാറ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുമ്പോഴേക്കും ഇത്രേ ചെയ്തുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ അവന് പറ്റും, അവൻ്റെ ജീവിതത്തിൽ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനൊന്ന് കൈയടിച്ചെന്ന് പ്രോത്സാഹിപ്പിക്കാൻ, നന്നായിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റാറുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു കാര്യം നമുക്കുണ്ടാകും. യേശു ഏറ്റവും വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്, ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുക, ആ തളർവാദ രോഗിക്ക് ഒരു ജീവൻ നൽകുക. അതിലവർ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. ആ നിമിഷത്തിൽ അവൻ പറഞ്ഞ വാക്കുകളെ ഓർത്ത് അതിനെ കീറിമുറിക്കുന്ന വ്യക്തികളായിട്ട് മാറുന്നു എന്നുള്ളതാ നമ്മുടെ ജീവിതത്തിൽ. ഇത് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൽ ചില സമയങ്ങളിൽ ഇങ്ങനെ ദുഷ്ടത കടന്നു വരും. അത് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ആരെങ്കിലുമൊക്കെ ചെയ്യണ കാണുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ കീറി മുറിക്കുന്ന വ്യക്തികളായിട്ട് മാറും. അപ്പോൾ പറഞ്ഞില്ലെങ്കിലും മാറി നിന്നുകൊണ്ട് നമ്മൾ കീറി മുറിക്കും. കുറേ വ്യക്തികൾ നമ്മൾ കീറി മുറിക്കും. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളൊന്ന് മനസ്സിലാകുക, നന്മകൾ കാണുമ്പോൾ, നല്ലത് കാണുമ്പോൾ കീറി മുറിക്കാതെ അതിനെ സ്വീകരിക്കാനുള്ള മനോഭാവം ഉണ്ടാകും. കീറി മുറിക്കേണ്ടത് ആ വ്യക്തിയല്ല, എൻ്റെ ഹൃദയത്തെയാണ്. കാരണം എൻ്റെ ഹൃദയത്തിനുള്ളിൽ ദുഷ്ടത നിറഞ്ഞ ഒരു ഭാഗമുണ്ട്. അത് ദൈവത്തിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ കീറി മുറിക്കണം. അല്ലെങ്കിൽ ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളൊക്കെ എപ്പോഴും അസ്വസ്ഥതയായിരിക്കും. എൻ്റെ നാവിൽ നിന്ന് മാത്രമേ വരുള്ളൂ. ഈ നിയമജ്ഞനെ പോലെ മറ്റുള്ളവരിങ്ങനെ വിമർശിക്കാൻ വേണ്ടി, എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി, എപ്പോഴും ഇങ്ങനെ പരിതാപവും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമേ നോക്കുള്ളൂ. അങ്ങനെ ചെയ്യാതിരിക്കാൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ സാധിക്കട്ടെ.